നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിനൊരുങ്ങി. തളാപ്പിൽ നിർമ്മിച്ച ജില്ലാ കമ്മിറ്റി ഓഫീസായ സുശീല ഗോപാലൻ സ്മാരക മന്ദിരം മാർച്ച് 18-ന് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടക സമിതി ചെയർമാൻ എൻ സുകന്യ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 4 മണിക്ക് വൃന്ദ കാരാട്ട് ഉദ്ഘാടനം ചെയ്യും. ഞങ്ങളുടെ സംഘടനയുടെ യൂണിറ്റുകളിൽ നിന്ന് മഹിളാ അസോസിയേഷൻ്റെ പ്രവർത്തകർ 50 രൂപയുടെയും 100 രൂപയുടെയും 200 രൂപയുടെയും കൂപ്പൺ അച്ചടിച്ച് അതിലൂടെ സമാഹരിച്ച പണം, ആ പണം കൊണ്ടാണ് പൂർണ്ണമായിട്ടും ഈ ഒരു കെട്ടിടം, 3 നിലയുള്ള കെട്ടിടമാണ്. അതിനകത്ത് 2 ഹോളുണ്ട്. ഒരു ചെറിയ മീറ്റിംഗ് ഹോളുണ്ട്, അതുപോലെ ഒരു 400 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന ഒരു വലിയ ഹോളും അവിടെയുണ്ട്. പിന്നെ അതിന് പുറമെ ഇപ്പോൾ പറഞ്ഞ ഈ ലീഗൽ ആൻഡ് കൗൺസിലിംഗ് സെൻറ്ററിന് വേണ്ടിയിട്ടുള്ള ഒരു റൂമുണ്ട്. നന്ദിനിയടത്തിയുടെ പേരിൽ, സഖാവ് NK നന്ദിനിയടത്തിയുടെ പേരിലാണ് നമ്മുടെ ലൈബ്രറി നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോളുകൾക്കും നമ്മൾ അതെല്ലാം അന്ന് ഉദ്ഘാടനം ചെയ്യും. അതിൻ്റെ എല്ലാം വിശദാംശങ്ങൾ ആ കുറിപ്പിനകത്ത് തന്നിട്ടുണ്ട്. നമ്മുടെ മേജർ ഹോള്, 400 പേർക്ക് ഇരിക്കാവുന്ന ഹോള് സഖാവ് P ദേവൂട്ടിയുടെ പേരിലാണ് നാമകരണം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ചെറിയ മീറ്റിംഗ് ഹോള് സഖാവ് K ദേവയാനിയുടെ പേരിലാണ്. കരിവള്ളൂരിലെ സമരനായകൻ AVയുടെ ജീവിത പങ്കാളിയും വലിയ ത്യാഗങ്ങളിലൂടെ കടന്നുപോയ ആളാണ് സഖാവ് K ദേവയാനി. ദേവയാനിയുടെ പേരിലാണ് ആ മീറ്റിംഗ് ഹോള് നമ്മൾ ആലോചിച്ചിട്ടുള്ളത്. NK നന്ദിനിയും പുതിയ തലമുറയ്ക്ക് എത്രമാത്രം പരിചിതമാണെന്ന് അറിഞ്ഞുകൂടാ. ഈ കണ്ണൂർ ജില്ലയിലെ ആദ്യകാലത്ത് വളരെ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ട് ഓരോ സ്ഥലത്തും നടന്ന് പോയി സംഘടനാ പ്രവർത്തനം നടത്തി സ്ത്രീകളെ സംഘടിപ്പിച്ച ആളാണ് സഖാവ് NK നന്ദിനി. അവരുടെ പേരിലാണ് ലൈബ്രറി നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പിന്നെ ഒരു ചെറിയ ഡോർമെട്രി, കണ്ണൂരിലേക്ക് വരുന്ന സ്ത്രീകൾക്ക് അത്യാവശ്യം ഒന്ന് താമസിക്കാൻ കഴിയുന്ന ഒരു സൗകര്യം ഒരുക്കുന്ന രൂപത്തിലുള്ള ഒരു ഡോർമെട്രിയും അടക്കമുള്ള ഒരു ഓഫീസാണ് ഇപ്പോൾ അവിടെ തയ്യാറായിട്ടുള്ളത്. P ദേവൂട്ടി സ്മാരക ഹാൾ ഉദ്ഘാടനം PK ശ്രീമതിയും, K ദേവയാനി മെമ്മോറിയൽ മീറ്റിംഗ് ഹാൾ KK ശൈലജയും, NK നന്ദിനി മെമ്മോറിയൽ ലൈബ്രറി ആൻഡ് ജെൻഡർ സ്റ്റഡി ഉദ്ഘാടനം CS സുജാതയും, ഫോട്ടോ അനാച്ഛാദനം സൂസൻ കോടിയും, ലീഗൽ ആൻഡ് കൗൺസിലിംഗ് സെന്റർ അഡ്വക്കേറ്റ് P സതീദേവിയും ഉദ്ഘാടനം ചെയ്യും. ചടങ്ങിൽ MV ജയരാജൻ, M പ്രകാശൻ, E പത്മാവതി, KK ലതിക, TK ഗോവിന്ദൻ, KK രത്നകുമാരി, PP ദിവ്യ തുടങ്ങിയവർ പങ്കെടുക്കും. 2022 ഡിസംബർ 18-ന് PK ശ്രീമതിയാണ് കെട്ടിടത്തിന്റെ തറക്കല്ലിട്ടത്. 4036 യൂണിറ്റുകളിൽ നിന്നും 50, 100, 200 രൂപയുടെ കൂപ്പൺ ഉപയോഗിച്ചാണ് സ്ഥലം വാങ്ങുന്നതിനും കെട്ടിട നിർമ്മാണത്തിനുമായി 5 കോടി രൂപയോളം പിരിച്ചെടുത്തത്. 3 നിലയുള്ള കെട്ടിടത്തിൽ കൗൺസിലിംഗ്, നിയമസഹായ കേന്ദ്രം, ലൈബ്രറി, നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് താമസിക്കാനുള്ള ഡോർമെട്രി, 400 പേർക്ക് ഇരിക്കാവുന്ന കോൺഫറൻസ് ഹാൾ, ചെറിയ യോഗങ്ങൾ നടത്താനുള്ള മീറ്റിംഗ് ഹാൾ എന്നിവ ഒരുക്കിയത്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 1,00,000 മഹിളാ പ്രവർത്തകർ പങ്കെടുക്കുന്ന പൊതുസമ്മേളനത്തിന് മുൻപ് പ്രശസ്ത ഗായിക പുഷ്പവതിയുടെ ഗാനമേള, മഹിളാ അസോസിയേഷൻ പ്രവർത്തകരുടെ കലാമേള എന്നിവയും നടക്കും. സംഘാടക സമിതി കൺവീനർ PK ശ്യാമള, KPV പ്രീത, NV സരള എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. സിറ്റി ന്യൂസ്, കണ്ണൂർ.